ഗ്രാമപഞ്ചായത്തിൻ്റെ 10-ാം വാർഡ് ഉൾപ്പെടുന്ന ഈ പെരിഞ്ഞോട്ടൽ പ്രദേശത്ത് വലിയ തോതിൽ ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ തന്നെ എത്ര പ്രാവശ്യം വന്നു. കഴിഞ്ഞ ദിവസങ്ങളാണ് ആനയുടെ ശല്യം അതിപ്പോൾ കൃഷികൾ നശിപ്പിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ടടുത്ത് നമ്മുടെ മോഹൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ വന്ന് 2 പട്ടിയാണ് പുലി പിടിച്ച് കൊണ്ടുപോയത്. അപ്പം ഇതെല്ലാം ഇവിടെ വലിയ തോതിൽ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ജനവാസ മേഖലയാണ്. ഒരു കോളേജ്, ഒരു ഫ്ലാറ്റ് സമുച്ചയം, ഒരു ക്വാറി, ജനങ്ങൾ താമസിക്കുന്ന ഈ മേഖലയിൽ വലിയ തോതിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ റോഡ് സൈഡിൽ കാടുകളും വളർന്ന് തെരുവിളക്കളും ഇല്ലാത്ത അവസ്ഥയാണ്. അത് 10-ാം വാർഡിൽ മാത്രമല്ല, കോന്നി പഞ്ചായത്തിൽ എങ്ങും തന്നെ തെരുവിളക്കൾ പ്രകാശിപ്പിക്കുന്നതിൽ വലിയ വീഴ്ചയാണ്. വെളിച്ചമില്ല, വെട്ടമില്ല. ഇവിടെ ഞങ്ങൾ നിരന്തര സമരം സംഘടിപ്പിച്ചിട്ട് പോലും അതിനെയൊന്നും യാതൊരു ഇത് കൊടുക്കാതെ വക കൊള്ളാതെ അത്തരത്തിൽ പോവുകയാണ്. അപ്പോൾ അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇപ്പം തന്നെ ഇവിടെ പാമ്പടിയൊരു ഒരു പാവപ്പെട്ടയാൾ, അദ്ദേഹത്തിൻ്റെ 60 കിലോളം തൂക്കം വരുന്ന ഒരു മൂരിയെയാണിപ്പോൾ കൊന്നിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ള അദ്ദേഹത്തിന് നല്ല നഷ്ടപരിഹാരം കിട്ടും. അദ്ദേഹത്തിന് ഏറ്റവും ഭംഗിയായ തോതിലുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വീഴ്ച വരാതെ നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കുകയും തുടർന്ന് ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശക്തമായ നടപടികൾ ഉണ്ടായില്ല എങ്കിൽ ഇവിടെ ജനങ്ങളെ അണിനിരത്തി സമരത്തിൽ പോകേണ്ട അവസ്ഥയുണ്ട്. ജനജീവിതമാണ് തടസ്സപ്പെടുന്നത്. ജനജീവിതത്തിനാണ് ഇപ്പം ഈ സ്ഥാനത്ത് രാവിലെ ടാപ്പിങ്ങുകാരുണ്ട്, വെളുപ്പിനുള്ള ടാപ്പിംഗ് ആളുകളുണ്ട്. ഈ സ്ഥാനത്തൊരു മനുഷ്യനായിരുന്നെങ്കിൽ എന്താ സ്ഥിതി? അത് തന്നെയാണ് സ്ഥിതി. രാവിലെ ടാപ്പിങ്ങിന് വരുന്ന ആളാണ് കാണുന്നത്. വെളുപ്പിനെ 4 മണിക്കും 5 മണിക്കും ഇറങ്ങി ടാപ്പിങ്ങിന് വേണ്ടി വരുന്ന ആളുകൾക്കടക്കം ജീവന ഭീഷണിയാണ്. അപ്പോൾ ഇപ്പം മൃഗങ്ങളെയാണ് പിടിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം മനുഷ്യനെ കൂടി കൂടാനില്ല. അപ്പോൾ ഈ ഭാഗത്ത് വലിയ പ്രശ്നമാണ്. ഇതിന് വനം വകുപ്പ് പിന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇടപെടും. ഇപ്പോൾ 2 ക്യാമറ കൊണ്ട് വെച്ചിട്ടുണ്ട്, ഇനി കൂട് വേണേൽ കൊണ്ടുവെക്കും. അതുകൊണ്ട് വിഷയം അവസാനിച്ചു. ഈ ഭാഗത്ത് തന്നെയുണ്ട്. ഇവിടുന്ന് മാറി അടുത്ത ഭാഗത്തേക്ക് പോവുക. പ്രത്യേകിച്ച് ഇവിടെ അങ്ങോട്ട് മാറി തൊട്ടടുത്ത് വനമാണ്. അതിന് തങ്ങാൻ നല്ല അന്തരീക്ഷമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ വാർഡിൽ മാറി തൊട്ടടുത്ത വാർഡിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ ഭാഗത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ ഇത് വലിയ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതിന് ശാശ്വതമായ പരിഹാരം ഇത് തന്നിട്ടില്ല. ഈ യോഗങ്ങൾ കൂടുമ്പോൾ യോഗങ്ങളിൽ പറയും ട്രെഞ്ചുകൾ സ്ഥാപിക്കാൻ പോവുകയാണ്, അതുപോലെ തന്നെ ഫെൻസിങ് ഒക്കെ പറഞ്ഞു പോകുന്നതല്ലാതെ ഇതൊന്നും നടപടിയാകുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ വന്ന് പറഞ്ഞു ഞങ്ങൾ മൊത്തം ഫെൻസിങ് ചെയ്യാൻ പോവുകയാണ്, ട്രെഞ്ച് കുടിക്കാൻ പോകണം പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. പദ്ധതി അപ്പോൾ അതിനകത്ത് സാങ്കേതിക പറഞ്ഞത് പദ്ധതി ആവിഷ്കരിച്ച് പൈസ വരട്ടെ, പദ്ധതി വരട്ടെ. പിന്നെ ഇപ്പോൾ കോന്നിയിൽ തന്നെ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് മന്ത്രി പങ്കെടുത്ത് ഒരു അവലോകനം നടത്തി പിരിയുന്നതല്ലാതെ കോന്നിയിൽ ഒരു യോഗം നടത്തി പിരിഞ്ഞു പോകുന്നതല്ലാതെ ഇതിലൊരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഉണ്ടാകാത്ത കാലം ഞങ്ങൾ വലിയ തോതിൽ ജനങ്ങളെ അണിനിരത്തും, ജനകീയ സമരമായി മാറ്റും. അപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കണം. അതുപോലെ പഞ്ചായത്തിൻ്റെ ഈ അനാസ്ഥ ഇക്കാര്യത്തിൽ, അതായത് തെരുവിളക്ക് സ്ഥാപിത അടക്കമുള്ള അനാസ്ഥ ഓണക്കാലമായി ഞങ്ങൾ ഇപ്പോൾ അധികാരം കിട്ടിയപ്പോൾ 8 മാസമാവുകയാണ്. അധികാരികൾ 1-ാമത്തെ മാസം തന്നെ വിഷയം ഉന്നയിച്ച് സമരം സംഘടിപ്പിച്ചതാണ്. തെരുവിളക്ക് സ്ഥാപിക്കുന്നതിൽ വലിയ വീഴ്ചയാണ്. പഞ്ചായത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് തെരുവിളക്ക് സ്ഥാപിക്കാനുള്ളത്. അതിൽ നിന്ന് ഒരു ഒളിച്ചോടുക. അപ്പോൾ ഇത് പിന്നെ ഒരിക്കലും ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആവൽക്കുഴിയിൽ ആനയുടെ ശല്യം ഇപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കിയപ്പോൾ പെരിഞ്ഞോട്ടക്കൽ ഭാഗത്ത് കഴിഞ്ഞ തവണ തന്നെ പുലി ഇറങ്ങി. പുലിയാണെന്നാണ് അന്ന് നിഗമനം. 2 പട്ടികളെ പിടിച്ചുകൊണ്ട് പോയത്. മോഹൻ ചേട്ടൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടികളാണ്. പിന്നെ സമീപത്തുള്ള ആളിൻ്റെ ഒരു പട്ടിയെ പിടിച്ചു. ഒരു പട്ടിയുടെ കഴുത്തിനെ പിടിച്ചിട്ട് അത് എനിക്കൊന്ന് ജീവൻ രക്ഷപ്പെട്ടു. ജീവൻ മാത്രം രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റും. അപ്പോൾ ഈ വളരെ കാലങ്ങളായിട്ട് ഇപ്പോൾ നമുക്ക് ആവോലിക്കുഴി, അതായത് ഞള്ളൂർ ആവോലിക്കുഴി, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കൊന്നപ്പാറ, കാർമലശ്ശേരിക്ക് മേൽഭാഗം അടുവാട്, അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തവളപ്പാറ, പെരിഞ്ഞോട്ടക്കൽ ഈ ഭാഗത്തായിട്ട് വന്യമൃഗ ശല്യം ഈ കോന്നി ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും രൂക്ഷമായ പ്രദേശമാണ്. ഇതിനെതിരെ ശക്തമായ ഈ പറയുന്ന കണക്ക് അതിന് ഈ തടയണ ഇടാൻ വേണ്ടുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തില്ല എങ്കിൽ ശക്തമായ സമരങ്ങളിലേക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം പഞ്ചായത്ത് നമ്മൾ 8 മാസമാണ്, ഈ ഓഗസ്റ്റ് 21 8 മാസം പഞ്ചായത്തിൻ്റെ ഭരണം തുടങ്ങിയിട്ട്. ഈ 8 മാസ കാലയളവിൽ കൊണ്ട് ഒരു തെരുവിളക്ക് പോലും നേരെ ജീവൻ ഇടാൻ കഴിയാത്തൊരു പഞ്ചായത്തായിട്ട് മാറി. കോന്നി മൊത്തത്തിൽ ഇരുട്ടിലായി. പ്രത്യേകിച്ച് മലയോര പ്രദേശമായ ഞങ്ങളുടെ പ്രദേശങ്ങളിലാകെ ഇരുട്ടിലാണ്. ഈ സമയത്ത് ഈ രാവിലെ ഇപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ ഒരു ടാപ്പിംഗ് ചെയ്യാൻ പോകുന്ന ഒരു തൊഴിലാളിയെ വല്ലതുമാണ് ഇതിനകത്ത് അപകടത്തിൽപ്പെടുന്നെങ്കിൽ ആരിതിൻ്റെ സമാധാനം പറയും? കാരണം പാവം പിടിച്ചവൻ രാവിലെ ചെല്ലുമ്പോഴായിരിക്കും ഈ ഇത് വന്ന് ചാടി വീഴുന്നതെങ്കിൽ. കാരണം എൻ്റെ വാർഡിൽ തന്നെ കഴിഞ്ഞ ദിവസം ടാപ്പിങ്ങിന് പോയ ഒരാളുടെ മുന്നിൽ ഈ പറഞ്ഞ കണക്ക് പുലി ഇറങ്ങി. പുലി ആയപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ ഈ തലയിൽ വെച്ചിരിക്കുന്ന ലൈറ്റ് കൊണ്ട് പെട്ടെന്ന് കണ്ടുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു പോയി. ഇല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തിന് അപകടം സംഭവിക്കേണ്ടതാണ്. രാവിലെ ഇത് കണക്ക് എൻ്റെ വാർഡിൽ ഒരാൾ ഈ പറയുന്ന കണക്ക് വെളുപ്പിനെ എയർപോർട്ടിൽ പോകാൻ വേണ്ടി പോയി. എയർപോർട്ടിൽ പോകാൻ പോയ സമയത്ത് എന്താ പുലി അവരുടെ വണ്ടിയുടെ മുന്നിൽ കുറുകെ ചാടി. അപ്പോൾ ഈ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ തന്നെ ഇപ്പോൾ എൻ്റെയും ഈ പറഞ്ഞ ജയൻചേട്ടൻ്റെയും വാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അടുത്തടുത്ത് നിൽക്കുന്ന വാർഡുകളാണ്. ഈ വാർഡുകളിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 മാസങ്ങളിലായിട്ട്
ഇത് കൃത്യമായി ആളുകൾ കാണുകയും ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ പറയുന്ന 10-60 കിലോയോളം വരുന്ന ഒരു മൂരിക്കിടാവിനെയാണ് പിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടുന്ന നഷ്ടപരിഹാരം അടിയന്തരമായി ചെയ്യുന്നതിന് വേണ്ടുന്ന നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മാത്രമല്ല പഞ്ചായത്ത് അടിയന്തരമായിട്ട് ഈ പറയുന്ന നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ടില്ല എങ്കിൽ ബഹുജന പ്രക്ഷോഭമായിട്ട് തന്നെ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കുത്തിയിരിപ്പ് സമരം നടത്തി വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളും. കാരണം ഈ പഞ്ചായത്തിൻ്റെ അനാസ്ഥ മഴ മാറിയിട്ടിടാമെന്നുള്ള രീതിയിൽ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഞങ്ങളൊരു 8 മാസം കൊണ്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, കോന്നി പഞ്ചായത്ത് ഇരുട്ടിലാണ്. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രവർത്തനങ്ങളും ഇതിനകത്ത് ഉണ്ടാവുന്നില്ല. അടിയന്തരമായിട്ട് ലൈറ്റ് ഇട്ടില്ല എങ്കിൽ പഞ്ചായത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റിനെ ഉപരോധിച്ചുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വലിയ ശക്തമായ സമരങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും.